നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. പൂർവ്വബന്ധങ്ങളുടെ ഊഷ്മളത പുതുക്കാൻ സുകൃത പുണ്യമായി ബലിതർപ്പണം. പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളോടും ഭാവ ഐക്യം പ്രാപിച്ച് ആത്മതർപ്പണം. കർക്കിടക വാവുബലിക്ക് ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ഇതുകൊണ്ടൊന്നും കുട്ടനാട് പാക്കേജിന് പുതുജീവൻ വെക്കുമെന്നോ അഴിമതി അവസാനിക്കുമെന്നോ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പറയാതെ വയ്യ, അതുകൊണ്ട് മാത്രം. സ്വയം ഭരണാവകാശത്തിന്റെ ആഘോഷത്തിൽ അഞ്ചുതെങ്കിലെ നാട്ടിലെ ആദ്യ കലാലയം. SP കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ആനവണ്ടിയുടെ മന്ത്രി വാക്കുപാലിച്ചില്ല. KSRTC പെൻഷൻകാർ വീണ്ടും സമരത്തിൽ. വാർത്തകൾ വിശദമായി. ആത്മസമർപ്പണത്തിന്റെ ബലിപുണ്യങ്ങൾ തേടി മലയാളികൾ പിതൃതർപ്പണത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ. ശനിയാഴ്ച കർക്കിടക വാവ്. തർപ്പണത്തിനും പൂജകൾക്കുമായി കുട്ടനാട്ടിലെ ക്ഷേത്രങ്ങളും ഒരുങ്ങി. ജ്യോതിഷത്തിലെ രാശിചക്രങ്ങളിൽ മേടം തുടങ്ങി 4ാമത്തെ രാശിയാണ് കർക്കിടകം. 4ാം ഇടം മാതാവിന്റെയും കുടുംബത്തിന്റെയും സ്ഥാനമാണ്. കർക്കിടക രാശിയുടെ അധിപനായ ചന്ദ്രനാണ് മാതൃകാരത്വവും. മാതൃകാരനായ ചന്ദ്രനെ ക്ഷേത്രത്തിൽ പിതൃകാരനായ ആദിത്യൻ എത്തിച്ചേർന്ന് അവർ യോഗം ചേരുമ്പോൾ അമാവാസിയായി ഈ ദിനമാണ് കർക്കിടക വാവ്. ഭൂമിയിൽ ജന്മമെടുക്കുവാൻ ഓരോരുത്തർക്കും തേജസ്സായും പിണ്ഡമായും സഹായിച്ച നമ്മുടെ മാതാപിതാക്കളെ സ്മരിക്കുവാനും അവർക്ക് അവരുടെ പൂർവികർക്കും ബലി നൽകി തൃപ്തനാക്കുവാനും അപ്രകാരം സ്വന്തം കടമ നിർവഹിക്കുവാനും ഇതിനേക്കാൾ ചേർന്ന ദിവസം വേറെയില്ല. കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. കുട്ടനാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, കണ്ണാടി പടിഞ്ഞാറേ മഠം ശ്രീ ഭഗവതി ക്ഷേത്രം, വെളിയനാട് ശിവാനന്ദപുരം ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എത്രയോ നല്ല നടക്കാത്ത സ്വപ്നമായി കുട്ടനാട് പാക്കേജ് ഇന്നും തുടരുന്നു. കുട്ടനാടിന്റെ മുഖങ്ങളെല്ലാം പ്രതിഫലിക്കുന്ന ആ കണ്ണാടിയിൽ ഈ ദൈന്യതയുടെ അതിജീവന മന്ത്രമായിരുന്നു കുട്ടനാട് പാക്കേജ്. കെടുകാര്യസ്ഥതയുടെയും മകുടോ ഉദാഹരണമായി മാറുമ്പോഴും മലയാളക്കരയുടെ മഹാപുണ്യമായ കുട്ടനാടിനു വേണ്ടി ഞങ്ങൾ വീണ്ടും നാവേർ നടത്തുകയാണ്. കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയ പാക്കേജ് കൊണ്ട് ഗുണമുണ്ടാക്കിയത് കരാറുകാരും അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും മാത്രമാണ്. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയിലാണ് 6 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2008 ജൂലൈ 24 കേന്ദ്ര സർക്കാർ 1840 കോടി രൂപയുടെ പാക്കേജിന് അനുമതി നൽകിയത്. എന്നാൽ ഇതിൽ നിന്ന് ചിലവഴിച്ചതാകട്ടെ 382 കോടി രൂപ മാത്രം എന്ന് തിരിച്ചറിയുമ്പോഴാണ് അഴിമതിയുടെ കുത്തൊഴുക്ക് വ്യക്തമാകുന്നത്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ, ആർക്കും കൈയിട്ട് വാരാവുന്ന നാഥനില്ലാ കളരിയാക്കി പാക്കേജിനെ മാറ്റി. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയോട് വലി. NGOയുടെ പുറത്തിരിക്കുന്ന വെള്ളാനകൾക്കും കൈക്കൂലി കൊണ്ട് ആരെയും വിലക്കെടുക്കുന്ന കോൺട്രാക്ടർമാരും ഒരിക്കലും അഴിയാത്ത ചുവപ്പ് നാടകളും കൂടി കുട്ടനാട് പാക്കേജിനെ കുഴിച്ചുമൂടി. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായി പൈലാൻ സ്ലാബ്, പശു, താറാവ്, കോഴി വിതരണം, മത്സ്യനിക്ഷേപം എന്നുവേണ്ട അഴിമതിയുടെ ആഘോഷമായി മാറി പാക്കേജ്. അടി മുതൽ മുടി വരെ അഴിമതിയുടെ കറയുമായി അന്ത്യവിധിയും കാത്തു കിടക്കുകയാണ് കുട്ടനാട് പാക്കേജ്. നെടുമുടി പഞ്ചായത്തിലെ 14 പാടശേഖരങ്ങളുടെ പുറംബണ്ട് നിർമ്മാണത്തിനായി 24.76 കോടി രൂപയാണ് അനുവദിച്ചത്. എന്നാൽ വർഷം 4 കഴിഞ്ഞിട്ടും കൃത്യമായി കൃഷിയിറക്കുന്ന ഈ പാടശേഖരങ്ങളുടെ പുറംബണ്ട് നിർമ്മാണം എങ്ങുമെങ്ങും എത്തിയിട്ടില്ല. വർഷങ്ങളായി തരിച്ചു കിടക്കുന്ന റാണി ചിത്രക്കായലുകളിൽ 33.4 കോടി രൂപ ചിലവഴിച്ചതും വെള്ളത്തിലായി. മുരിക്കൽ മൂട്ടിൽ തൊമ്മച്ചൻ ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ ഇവരെയൊക്കെ മുക്കാലിൽ കെട്ടി തല്ലിയേനെ. 1955 പൂർത്തിയായ തോട്ടപ്പള്ളി സ്പിൽവേയുടെയും 74 പൂർത്തീകരിച്ച തണ്ണീർമുക്കം ബണ്ടിന്റെയും നവീകരണ പ്രവർത്തനങ്ങളും കടലാസിൽ ഒതുങ്ങുകയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാട് പ്രദേശത്തെ പ്രത്യേക കാർഷിക മേഖലയായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള കാർഷിക സംഘടന നൽകുന്ന ആഗോള കാർഷിക പൈതൃക പദവി ലഭിച്ച കുട്ടനാടിനാണ് ഈ ഗതികേട് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഒഡീഷയിലെ കെറാപ്പുട്ടാണ് ഇന്ത്യയിൽ ഈ പദവിയുള്ള മറ്റൊരു ഏക പ്രദേശം. ചെന്നൈയിൽ താരാമണിയിൽ MS സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജിയിൽ നിന്ന് ആഗോള കാർഷിക പൈതൃക പ്രദേശ പദവി ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുട്ടനാടിനെ പ്രത്യേക കാർഷിക മേഖലയായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു.
അദ്ദേഹത്തിന്റെ മറ്റു പല പ്രഖ്യാപനങ്ങളും പോലെ ഇതും ജലരേഖയായി മാറിയത് കുട്ടനാട്ടുകാർ മറന്നിരിക്കില്ല. കർഷകരെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കുന്നതിനായി 50 കോടി രൂപയുടെ ദുരന്ത സഹായ ഫണ്ടും പാക്കേജിൽ നിർദ്ദേശിച്ചിരുന്നു. പാക്കേജിന് അംഗീകാരം കിട്ടിയതിനു ശേഷം വെള്ളപ്പൊക്കക്കെടുതിയിൽ കൃഷിയും കിടപ്പാടവും നഷ്ടപ്പെട്ട് നിലവിളിച്ച കർഷകരെ സഹായിക്കാൻ ദുരന്ത സഹായ ഫണ്ടിൽ നിന്ന് ആർക്കും 1 രൂപ പോലും നൽകിയിട്ടില്ല. നെൽവിത്ത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് അത് സംഭരിക്കുന്നതിനായി പ്രത്യേക കേന്ദ്രമൊരുക്കാൻ 4.5 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് കർഷകർക്ക് 2.12 കോടി രൂപ ചിലവഴിച്ച് സൗജന്യമായി വിത്ത് നൽകി. വിതരണം ചെയ്ത വിത്ത് കിളിർക്കാതെ കർഷകർ സ്വന്തമായി വിത്ത് വാങ്ങി വിതയ്ക്കേണ്ടിയും വന്നു. ഇതോടെ സ്ഥിരം വിത്തുൽപാദന കേന്ദ്രമെന്ന ആശയവും മുളപൊട്ടിയില്ല. കിഴക്കൻ വെള്ളത്തിൽ തനിയെ ഒഴുകുമാറിയ പോളയുടെ പേരിലും കോടികളുടെ അഴിമതിയാണ് നടന്നത്. AC കനാൽ 1ാം ഘട്ട നവീകരണം എന്ന പേരിൽ ആറ്റുമണലും കട്ടയും വാരിയും വിറ്റും കരാറുകാർ കുബേരന്മാരാകുന്നു. അഴിമതിയുടെ ചതിക്കുഴികൾ ഏറ്റുവാങ്ങാൻ കുട്ടനാട്ടുകാരുടെ ജീവിതം പിന്നെയും ബാക്കി. പണിതിട്ടും പണി തീരാത്തൊരു കുട്ടനാട് പാക്കേജ്, പണിത് പതിരായി മാറിയ പാക്കേജ്. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും മലയാളത്തിന്റെ മഹാപുണ്യമായ കുട്ടനാടിനും അതിന്റെ അതിജീവന മന്ത്രമായ കുട്ടനാട് പാക്കേജിനും വേണ്ടി ഞങ്ങൾ ഇന്നും നാവേർ നടത്തുകയാണ്. ക്യാമറാമാൻ മർഡോണയ്ക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ. വിദ്യാഭ്യാസ രംഗത്ത് ലോകത്താകമാനവും ഇന്ത്യയിൽ തന്നെയും ഉണ്ടാകുന്ന വികസന മാതൃകകൾ കേരളം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇന്ത്യയിൽ 500-ലധികം സ്വയംഭരണ അവകാശമുള്ള കോളേജുകളുള്ളപ്പോൾ കേരളത്തിൽ ഒന്നുപോലുമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇതിനെതിരെ 10 വർഷക്കാലം പ്രവർത്തിച്ചതിന്റെ ആഗ്രഹിച്ചതിന്റെ ഫലമാണ് കേരളത്തിലെ കോളേജുകൾക്ക് സ്വയം ഭരണാവകാശം ലഭിക്കാൻ കാരണമായത്. ചങ്ങനാശ്ശേരി SB കോളേജിന് സ്വയം ഭരണാവകാശം ലഭിച്ചതിന്റെ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വയംഭരണ അവകാശമുള്ള കോളേജ് എന്നുള്ള പദവി കിട്ടുമ്പോൾ അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കം കൂടിയാണ്. ഇന്ത്യയിൽ 500-ലധികം സ്വയംഭരണ അവകാശ കോളേജുകളുണ്ട്. കേരളത്തിൽ ഒന്നുപോലുമില്ല. ലോകം മുഴുവൻ മാറുന്നു, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മുഴുവൻ മാറുന്നു. കേരളത്തിൽ മാത്രം അതൊന്നും പാടില്ല. വെസ്റ്റ് ബംഗാളിൽ പോലും സ്വയംഭരണ അവകാശമുള്ള കോളേജുകളുണ്ട്. പക്ഷേ കേരളത്തിൽ പാടില്ല എന്ന് ശഠിക്കുന്ന കുറെ പേർ. ഇപ്പോഴും അവരുടെ സാധ്യം മാറിയിട്ടില്ല. പക്ഷേ നമുക്കിങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. നമുക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ നമ്മൾ കാണണ്ടേ? ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ആഗ്രഹിച്ച വലിയൊരു ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരമാണ് സ്വയംഭരണാവകാശ കോളേജുകൾ. CF തോമസ് MLA അധ്യക്ഷനായി. KM മാണി മുഖ്യ പ്രഭാഷണം നടത്തി. മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊടുക്കുന്നിൽ സുരേഷ് MP, സ്മിത ജയകുമാർ, ജേക്കബ് ജോബ് IPS, ഫാദർ ടോമി പടിഞ്ഞാറേ വീട്ടിൽ, റൂബിൽ രാജ്, ജോസുകുട്ടി നെടുമുടി എന്നിവർ സംസാരിച്ചു. വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ KSRTC പെൻഷൻകാർ വീണ്ടും സമരം തുടങ്ങി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിലാണ് സമരം. സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ധർണ ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി MM പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മറ്റ് 2 UDFിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രിമാരും ആവശ്യപ്പെട്ടുവെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു സർക്കാർ KSRTC പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല. നിയമസഭയിൽ MLAമാർ ചോദിച്ച ഉത്തരങ്ങൾക്ക് 1 അല്ല 100 വട്ടം അദ്ദേഹം ആ മറുപടി ആണ് പറഞ്ഞത്. അദ്ദേഹം പെൻഷൻകാരോട് യുദ്ധം പ്രഖ്യാപിച്ചു. LICയുമായി കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച പെൻഷൻ KSRTC പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്തു. അദ്ദേഹത്തിന് KSRTCയുടെ മുൻ MD മോഹൻലാൽ അതിനെ സഹായിച്ചു. അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരു പാക്കേജ് 10,000 രൂപ ആയി പെൻഷൻ നിജപ്പെടുത്തുക, പെൻഷൻകാരൻ മരിച്ചാൽ അയാളുടെ ഫാമിലിക്ക് പെൻഷൻ അവകാശം ഇല്ല, ഇങ്ങനെ ഒരു പാക്കേജ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. TN നടരാജൻ, KM സിദ്ധാർത്ഥൻ, N സോമൻ, ബേബി പാറക്കാടൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിലെ ജലമലിനീകരണ തോത് ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുന്നത് അവിടേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ്.
പമ്പയിലെയും അച്ചൻകോവിലെയും നീരൊഴുക്കിന്റെ ഗതി മാറ്റിവിട്ടാൽ ജലമലിനീകരണം അപകടകരമാം വിധം ഈ പ്രദേശങ്ങളിൽ വർദ്ധിക്കും. വേനൽക്കാലങ്ങളിൽ നദികളുടെ മുകൾ ഭാഗത്തുള്ള ഉപ്പുവെള്ളത്തിന്റെ കയറ്റം തടയുവാൻ ആവശ്യമായ ജലം ഈ പദ്ധതി നടപ്പായാൽ ലഭിക്കാതെയാവും. ഇതേ തുടർന്ന് ഉപ്പുരസത്തിന്റെ തോത് അമിതമായി വർദ്ധിക്കുകയും കുടിവെള്ള ദൗർലഭ്യം, കൃഷിനാശം, ജലമലിനീകരണം, പരിസ്ഥിതി സന്തുലനാവസ്ഥയ്ക്ക് ഭംഗം തുടങ്ങിയവ സംഭവിക്കും. ഇതോടെ കുട്ടനാടിന്റെ നാശം പൂർണ്ണമാവുകയും ചെയ്യും. ഈ വിഷയത്തിൽ മുൻ MLAയും ആലപ്പുഴ DCC പ്രസിഡന്റുമായ A ഷുക്കൂർ KCU വാർത്തകളോട് സംസാരിക്കുന്നു. ഒരു കാരണവശാലും കുട്ടനാടിനെ ദുരന്തഭൂമിയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സത്യത്തിൽ നമ്മുടെ ജലസമ്പത്തുകളെ ഇല്ലാതാക്കുന്ന ഈ നടപടിയോട് കേന്ദ്ര സർക്കാരിന്റെ നടപടിയോട് യോജിക്കാനേ കഴിയില്ല. വളരെ ശാസ്ത്രീയമായ പഠനം നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് വൈദഗ്ധ്യമുള്ളവർ, ഭരണാധികാരിമാർ, അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഇത് പഠിച്ചിട്ടാണ് ഈ വൈപ്പാർ പദ്ധതി നമ്മുടെ ജലസമ്പത്തുകളെ സംരക്ഷിക്കാൻ കഴിയാത്തതാണ്, നമ്മുടെ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കാൻ കഴിയാത്തതാണ്, നമ്മുടെ കുട്ടനാട്ടിലെ കാർഷിക മേഖലയെ തുടച്ചു നീക്കുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് ഇത് പാടില്ല എന്ന് നിശ്ചയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടിയാലോചനകൾ നടത്തി ഈ പദ്ധതി ഉപേക്ഷിക്കണം, അത്തരത്തിലേക്ക് ആ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച അവസാനിച്ചത്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ എന്താണെന്നുള്ള അഭിപ്രായം പോലും കേൾക്കാതെ തമിഴ്നാടിനെയും കർണാടകയെയും സംസ്ഥാനത്തെയും സഹായിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു നീക്കത്തിലേക്ക് വന്നാൽ അതിനെ ശക്തമായി നേരിടുന്ന നടപടികളിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. മഴക്കാലം അവസാനിക്കുന്നതോടെ കടുത്ത ജലക്ഷാമം നേരിടുന്ന മധ്യ തിരുവിതാംകൂറിനെയും ദുരിതത്തിലാഴ്ത്താൻ മാത്രമേ ഈ നദീ സംയോജന പദ്ധതി സഹായകമാകൂ. തമിഴ്നാടിന് അധിക നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി തന്ത്രപരമായി അധികാരത്തിന്റെ ഇടനാഴികളിൽ അവിഹിത ഇടപെടലുകൾ നടത്തി ബന്ധപ്പെട്ട വകുപ്പുകളെ സ്വാധീനിച്ച് മെനഞ്ഞെടുത്തതാണ് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതി. കുട്ടനാട് MLAയുടെ പ്രതികരണത്തിലേക്ക്. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ സംയോജന പദ്ധതി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. കോടിക്കണക്കിന് ലിറ്റർ വെള്ളം, ഗ്യാലൻ വെള്ളം പമ്പാ നദിയിൽ നിന്നും അച്ചൻകോവിലാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒഴുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം മരിക്കാൻ പോകുന്നത് കുട്ടനാടാണ്. വെമ്പനാട്ട് കായലിന്റെ അവസാനമായിരിക്കും. ഈ നാടിനെ ഇന്ന് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് മൺസൂൺ കാലത്ത് കിഴക്കൻ മലകളിൽ പെയ്യുന്ന വെള്ളം സർവശക്തനായ ദൈവം തോടുകളിലൂടെ പമ്പയാറിലൂടെ അച്ചൻകോവിലാറിലൂടെ കൊണ്ടുവന്ന് ഒഴുക്കുന്നത് കൊണ്ടാണ് കുട്ടനാടിന്റെ മാലിന്യങ്ങൾ മുഴുവൻ അറേബ്യൻ സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഈ പ്രക്രിയ എന്നേക്കുമായി നശിച്ചിട്ട് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറി ഈ നാട് മരിക്കുന്ന ഒരു ദിവസം അങ്ങനൊരു സംയോജന പദ്ധതി ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് അല്ല ആര് വന്നാലും അങ്ങനത്തെ പദ്ധതി ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കത്തില്ല. അത് വേണ്ടി വന്നാൽ അതിന് മറ്റു രീതിയിൽ, എനിക്ക് തോന്നുന്നില്ല കോടതിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന്. തീരുമാനമെടുത്താലും അത് നടപ്പാകുന്ന പ്രശ്നമില്ല. ജനങ്ങൾ അതിനെതിരായിട്ട് അണിനിരക്കും. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട, അങ്ങനെ ഒരു പദ്ധതിയില്ല. പദ്ധതി നടപ്പാക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. തമിഴ്നാട്ടിലേക്ക് ഗതിമാറ്റി ഒഴുകാൻ അധിക ജലം പമ്പ അച്ചൻകോവിൽ നദികളിലില്ല. ചാലക്കുടി, പെരിയാർ, ഭാരതപ്പുഴ, മുല്ലപ്പെരിയാർ നദികൾക്ക് സംഭവിച്ച അപരിഹാര്യമായ നാശനഷ്ടങ്ങൾ പമ്പ അച്ചൻകോവിൽ ആറുകൾക്കും സംഭവിക്കുവാൻ അനുവദിച്ചുകൂടാ. ഈ വിഷയത്തിൽ BJP കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവിന്റെ അഭിപ്രായത്തിലേക്ക്. നദീ സംയോജന നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശങ്ക ഇന്ന് കേരളത്തിലും വിശിഷ്യ കുട്ടനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ UPA ഗവൺമെന്റാണ് ഈ നദികളിൽ കൂടുതൽ അവർ വെച്ച അന്വേഷണ കമ്മീഷനാണ് കേരളത്തിലെ ഈ 3 നദികളിൽ കൂടുതൽ ജലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിനുശേഷം വന്നിട്ടുള്ള BJP ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് വരുമ്പോഴാണ് വിവാദം ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ആശങ്ക വരുന്ന തരത്തിലുള്ള യാതൊരു നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. കുട്ടനാടിന്റെ പരിസ്ഥിതിയെയും കുട്ടനാടിന്റെ കാർഷിക മേഖലയെയും കുട്ടനാട്ടിലെ ജനങ്ങളുടെ താല്പര്യത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഇതിപ്പോൾ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടിയും കൂടി നടത്തുന്ന ഒരു ആശങ്ക പരത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ പൊട്ടിവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കോലാഹലം സൃഷ്ടിച്ചവരുടെ അവർ തന്നെയാണ് ഇപ്പോൾ ഈ തരത്തിലും ഈ നദീ സംയോജനവുമായി ബന്ധപ്പെട്ട ആശങ്ക പരത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. ഈ നിയമം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണവും അതിന് കേരള ഗവൺമെന്റുമായിട്ടുള്ള ഒരു കൂടിയാലോചനയും ചർച്ചയും ഒക്കെ നടത്തിയതിനു ശേഷം മാത്രം ജനങ്ങളുടെ താല്പര്യവും നമ്മുടെ കുട്ടനാടിന്റെ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളും കുട്ടനാട്ടിലെ കാർഷിക മേഖലയ്ക്കും അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകത്തിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവത്തുള്ളൂ. കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് 2003 അനുസരിച്ച് കേരള നിയമസഭയുടെ അനുമതി കൂടാതെ സംസ്ഥാനത്തെ ഒരു ജലസ്രോതസ്സിൽ നിന്നും ജലം മറ്റ് സംസ്ഥാനങ്ങൾക്കോ യൂണിയൻ ടെറിട്ടറികൾക്കോ നൽകാൻ പാടില്ലെന്ന വ്യവസ്ഥയുണ്ട്. മാത്രമല്ല കേരള നിയമസഭ പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജനം നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം കേരളത്തിന് ഹാനികരമാകുന്ന ഈ പദ്ധതിയെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജനകീയ കൂട്ടായ്മയിലൂടെ നഖശിഖാന്തം എതിർക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് KCV. എടത്വായിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടി എടത്വ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി യോഗം നടന്നു. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദുവിന്റെ നേതൃത്വത്തിൽ കൂടിയ സർവകക്ഷി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക സന്നദ്ധ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. എടത്വ KSRTC ബസ് സ്റ്റാൻഡ് ജോയി ബ്രദേഴ്സിന് സമീപത്തേക്ക് മാറ്റുവാനും ഈ പ്രദേശത്ത് പാർക്ക് ചെയ്തിരുന്ന ടാക്സികൾ ചന്ത ഗ്രൌണ്ടിൽ പാർക്കിംഗ് സൌകര്യം ഒരുക്കുവാനും തീരുമാനമായി. എടത്വ ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള ഭാഗത്തും എടത്വ ടൌൺ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള പ്രദേശത്ത് പാർക്ക് ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങൾക്കായി PWD പാലത്തിന് താഴെവശം വൃത്തിയാക്കി പാർക്കിംഗ് സൌകര്യം ഒരുക്കുവാനും തീരുമാനമായി. ഇപ്പം നിലവിലുള്ള വെയിറ്റിംഗ് ഷെഡ് അവിടെ നിന്ന് മാറ്റി വേറെ ഇത്തിരിയുടെ സ്ഥലസൗകര്യമുള്ള ഇവിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാനും ടൗണിൽ കിടക്കുന്ന ഓട്ടോറിക്ഷകൾ നിലവിലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് നമ്പർ ഇട്ട് കൊടുത്ത് അത് പാർക്കിംഗ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ വാഹനങ്ങൾ നമ്മുടെ ഇടത്വ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മാർക്കറ്റിലേക്ക് മാറ്റി സ്ഥാപിക്കുവാനും അതിനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഞങ്ങളൊരു സബ് കമ്മിറ്റി, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, യൂണിയന്റെ പ്രതിനിധികൾ, ഇവിടുത്തെ ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും RTOയുടെയും PWDയുടെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും ഇനിയുള്ള എടത്വ ടൗണിന്റെ വികസന പ്രവർത്തനം. അതേപോലെ PWD റോഡിലേക്ക് ഇറക്കി കിടക്കുന്ന മുഴുവൻ ഇറക്കുകളും, അത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതായാലും PWDയുടെ അധീനതയിലുള്ളതുമായിട്ടുള്ള മുഴുവൻ അനധികൃതമായിട്ടുള്ള ഇറക്കുകളും മാറ്റി അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് സുഗമമായ രൂപത്തിൽ കൊണ്ടുപോകുന്നതിനും ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കുക. അതിന് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും, ജനപ്രതിനിധികളും, രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും, ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള മുഴുവൻ ആളുകളും അതിനുവേണ്ടി ഒന്നടങ്കം ആത്മാർത്ഥമായി ഒറ്റ മനസ്സോടുകൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങൾ പ്രാവർത്തികമാക്കും. SK ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ വിതരണം ഞായറാഴ്ച വൈകിട്ട് 4-ന് കണ്ണാടി മാരാടൻ ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് ജഡ്ജി P. സോമരാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ MN ഗുണവർദ്ധനൻ അധ്യക്ഷനാകും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ.
അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ മാസ് ഡ്രില്ലിന് പുറമെ ജലഘോഷയാത്രയിലും പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. 62ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ചുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക്കിലാണ് ഇത് സംബന്ധിച്ച് ടീം പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയത്. മത്സര വള്ളംകളിക്ക് എത്തുന്നവർ നിർബന്ധമായും കൈയില്ലാത്ത ബനിയൻ ധരിക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ നൽകി. ഓഫീസേഴ്സ് തരുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ വള്ളംകളി സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അത് പാലിക്കണം എന്ന് ആണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒഫീഷ്യൽസിന് നിർദ്ദേശം നൽകാൻ മാത്രമേ പറ്റത്തുള്ളൂ. വള്ളത്തിന്റെ ക്യാപ്റ്റനും ഒക്കെയാണ് വള്ളം അടുപ്പിച്ചതും പറ്റിയ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചമ്പക്കുളം മൂലവള്ളത്തിലുണ്ടായ ഒരു അപാകത ഒഴിവാക്കി ആലപ്പുഴ കളക്ടറേറ്റിലെ ദേശീയ സമ്പാദ്യ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലിനിക് ജില്ലാ കളക്ടർ N. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. KK ഷാജു അധ്യക്ഷനായി. ADM ആന്റണി ഡൊമിനിക്, RDO TR ആസാദ്, DYSP ജോൺസൺ ജോസഫ്, തോമസ് വർഗീസ് എന്നിവർ സംസാരിച്ചു. 2014-15 അധ്യയന വർഷത്തെ മങ്കൊമ്പ് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനവും ചാക്യാർകൂത്ത് അവതരണവും ചമ്പക്കുളം സെന്റ് തോമസ് UPSൽ നടന്നു. മങ്കൊമ്പ് വിദ്യാഭ്യാസ ഉപജില്ലയുടെ കീഴിൽ വരുന്ന 32 സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ചാക്യാർകൂത്ത് കാണുവാൻ അവസരമുണ്ടായിരുന്നത്. മങ്കൊമ്പ് ഉപജില്ലയുടെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം സിനിമാ മിമിക്രി താരം മധു പുന്നപ്ര നിർവഹിച്ചു. നല്ലത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത് വെറുതെ ഒരു ഭംഗിവാക്ക് പറയുകയല്ല. ഒരു സ്ഥലത്തും ഇത്രയും നമ്മുടെ തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇവിടെ അതല്ല കാണുന്നത്. ചാക്യാർകൂത്ത് എന്ന കല എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും യുവതലമുറയായ നമുക്കറിയാം. ഇന്ന് നിങ്ങൾ TV മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്ന റാപ്പും ഡിസ്കോയും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ കാണുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മണ്ണിന്റെ ഗുണം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചാക്യാർകൂത്ത് എന്ന കലയുടെ അവതരിപ്പിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോബർട്ട് ജോൺസൺ അധ്യക്ഷനായി. മങ്കൊമ്പ് ഉപജില്ലാ കൺവീനർ P. ബിന്ദുമോൾ, PTA പ്രസിഡന്റ് സന്തോഷ് ജോർജ്, വിദ്യാരംഗം കലാസാഹിത്യവേദി ജോയിന്റ് കൺവീനർ ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൊതിയിൽ നാരായണ ചാക്യാർ ചാക്യാർകൂത്തും അവതരിപ്പിച്ചു. എല്ലാരും ഒക്കെ ആയി എന്ന് തോന്നുന്നത് എന്താ? എല്ലാവരോടും പെരുക്കല് അസാധ്യതയിൽപ്പെട്ട ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങളോട് ഇവിടെ വരാൻ പറയാനുള്ള കാരണം എന്താ? എന്തായാലും ആയില്ലാവോ ആയോ എന്ന് നോക്കിയിട്ട് വേണം കാര്യം പറയാനായിട്ട്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വന്നിരിക്കുന്ന ഒരു കൊല്ലം നേരത്തെ ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വരാതിരിക്കാൻ പറ്റുമോ? വന്നില്ല എങ്കിൽ അതൊക്കെ എന്നെ പോരായ എനിക്കാ അല്ലെ? ഞാൻ വേണം ഇവരുടെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കാനായിട്ട്. എല്ലാവരും പൂർവ്വ സൈനിക സേവാ പരിഷത്ത് കുട്ടനാട് താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ ദിനം ആചരിച്ചു. നെടുമുടി കൊട്ടാരം NS ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ G. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി മേജർ AK ധനപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് ദിലീപ് മങ്കൊമ്പ്, ജനറൽ സെക്രട്ടറി ഗിരീഷ് തായങ്കരി, സെക്രട്ടറി വർഗീസ് ചക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ലോക സമാധാനത്തിനായി സമാധാന ചങ്ങല ഒരുക്കി വിദ്യാർത്ഥികൾ.
എടത്വ സെന്റ് മേരീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്നാണ് സമാധാന ചങ്ങല തീർത്തത്. മതത്തിന്റെയും അതിർത്തിയുടെയും പേരിൽ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധവെറി അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കുരുന്നുകൾ അണിനിരുന്നത്. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കേണ്ടത് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയാണ്. ഇവിടെ പത്രമാധ്യമങ്ങളിലൂടെ 17 ദിവസമായി ഇസ്രായേൽ നേരത്തെ അമേരിക്കയുടെ ഒത്താശയോടുകൂടി ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെ സംബന്ധിച്ചൊക്കെ വളരെ വാർത്തകൾ വളരെ സങ്കടത്തോടുകൂടിയുള്ള 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മൃതശരീരവുമായി ബന്ധം നിൽക്കുന്ന പടവും എന്ന് വാർത്തകൾ കണ്ടപ്പോൾ വളരെയേറെ വിഷമം തോന്നി. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടുപോലും കണ്ടുപോലും കാണാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പൊതുതലവായിൽപ്പെട്ട എന്റെ കുഞ്ഞു മക്കൾ ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് പ്രതിജ്ഞ എടുക്കുമ്പോൾ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചിട്ടുള്ള രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ, അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ആരോഗ്യമില്ല, മരുന്ന് കിട്ടാൻ മാർഗമില്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലേക്ക് വരുമ്പോൾ വളരെ വേദനയോടുകൂടി നാം ഇതിനെ നോക്കി കാണുമ്പോൾ അമേരിക്ക പോലുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശത്തിനെതിരെ പോരാടുവാൻ നമ്മൾ കൂടി, ഈ കുഞ്ഞു കൈകൾ കൂടി, ഗുരുത കൈകൾ കൂടി അതിന് പങ്കാളികളാകുമ്പോൾ ഉണ്ടാകുന്ന രാജ്യത്തിന് മേലുള്ള ഒരു താക്കീതായി നിങ്ങളുടെ ഓരോരുത്തരും ഈ പ്രവൃത്തി മാറുകയാണ്, മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. റാണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജോസഫ് കെ നെല്ലിവേലി, ജയൻ പുന്നപ്ര, തങ്കച്ചൻ അമ്പിയായം, ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടന്നു. എടത്വ പോലീസിന്റെയും സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത്. എടത്വ പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രസന്നകുമാർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. എന്തുകൊണ്ട് അച്ഛൻ താമസിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ബഹളം ഉണ്ടാക്കും. അമ്മ ബഹളം ഉണ്ടാക്കുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാര വിഷയം ഉണ്ടാക്കും, പ്രശ്നമാകും. ഈ മദ്യത്തിന്റെ ലഹരിയിൽ അച്ഛൻ അമ്മയ്ക്ക് കഴി കൊടുക്കും. വീട്ടിലെ പിള്ളേർക്ക് കലഹമായതിന്റെ പേരിൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് പറയാം. അതുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകാറുണ്ട്. യാതൊരു വിധത്തിലുള്ള മദ്യത്തിന് നമ്മൾ അടിമകളാകാതിരിക്കുക, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നമ്മൾ പോരാടുക, ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കുക, നമ്മുടെ വീട് കലഹമില്ലാത്തൊരു വീടാക്കുക, സന്തോഷവും സമാധാനമായിട്ട് എല്ലാവരും ജീവിക്കാനുള്ളൊരു. റീത്ത സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് എബ്രഹാം തോമസ്, ഫാദർ ജോൺ മണക്കുന്നേൽ, ജെസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂർവ്വബന്ധങ്ങളുടെ ഊഷ്മളത പുതുക്കാൻ സുഹൃത പുണ്യമായി ബലിതർപ്പണം. പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളോടും ഭാവ ഐക്യം പ്രാപിച്ച് ആത്മതർപ്പണം. കർക്കിടക വാവുബലിക്ക് ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ഇതുകൊണ്ടൊന്നും കുട്ടനാട് പാക്കേജിന് പുതുജീവൻ വെക്കുമെന്നോ അഴിമതി അവസാനിക്കുമെന്നോ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പറയാതെ വയ്യ, അതുകൊണ്ട് മാത്രം. സ്വയം ഭരണാവകാശത്തിന്റെ ആഘോഷത്തിൽ അഞ്ചുതെങ്കിലെ നാട്ടിലെ ആദ്യ കലാലയം. SB കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ആനവണ്ടിയുടെ മന്ത്രി വാക്കുപാലിച്ചില്ല. KSRTC പെൻഷൻകാർ വീണ്ടും സമരത്തിൽ.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.